ഇനി എല്ലാരും കൂടി ശേഖരനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എല്ലാം ശേഖരന്റേതാണെന്ന് തെറ്റിദ്ധരിച്ചത് നമ്മളല്ലേ? ആ അമേരിക്കക്കാര് കേസ് കൊടുക്കും മുമ്പ് കടങ്ങൾ വീട്ടണം. അതിനെന്താ ഒരു വഴി? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഈ അവസ്ഥയിൽ കടം ചോദിക്കുന്നത് തന്നെ മോശ. ശേഖരേട്ടാ, അന്നെന്നെ ഏൽപ്പിച്ച 3 ലക്ഷം രൂപ ഞാൻ വിശാലാന്റി ഏൽപ്പിച്ചിരുന്നു. അത് തിരിച്ചു കിട്ടും. എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൊടുത്ത രൂപയല്ലേ? ശേഖരേട്ടൻ എന്റെ ഒപ്പം വന്നാ മതി, ഞാൻ ചോദിച്ചോളാം. ചേച്ചി, ഇതെല്ലാം എനിക്ക് ശേഖരേട്ടൻ വാങ്ങി തന്നല്ലേ, എല്ലാം വിട്ടോളൂ. ഒന്നും വേണ്ട മോളെ, ദൈവം പോലും പൊറുക്കാത്ത തെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ശിക്ഷ കിട്ടിയത്. നിനക്ക് സ്ത്രീധനം കൊടുക്കാൻ തന്ന രൂപ എടുത്താ ഞാനിവർക്ക് പലിശയ്ക്ക് കൊടുത്തത്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഈ ചേച്ചിയോട് നിനക്ക് വെറുപ്പില്ലേ? എന്റെ ചേച്ചി, എനിക്ക് ചേച്ചി അല്ലാതാവില്ലല്ലോ. പ്രഭാവതിയുടെ പ്രഭയൊക്കെ തീർന്നു, ഇപ്പൊ വെറും വതിയായി. എന്തായിരുന്നു പത്രാസ്? എന്തായിരുന്നു അവളുടെ ഭാവം? ഒരു കൊച്ചമ്മ തമ്പുരാട്ടി ചമഞ്ഞ് നടക്കുകയല്ലായിരുന്നോ? അമ്മേ, ഇനി നമ്മളോട് വല്ല സഹായം ചോദിക്കുവോ? അതിന് നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ആകെ പാപ്പറടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാ പോരെ. 100 ആയിസ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. എന്താ ശേരൻകുട്ടി, കാർ എടുത്തില്ലേ? ജോലിയൊക്കെ പോയ വിവരം അമ്മ അറിഞ്ഞില്ലേ? ഓ, ഞാനതങ്ങ് മറന്നേ പോയി. ബസ്സിലാണോ വന്നത്? ഷോ, പ്രഭാവതിക്ക് നല്ല ക്ഷീണം കാണും. ബസ് യാത്രയൊക്കെ കുറെ കാലമായിട്ട് ശീലമില്ലാത്തതല്ലേ. വരൂ വരൂ, അകത്തേക്ക് വരൂ. എന്റെ മോന്റെ വിവാഹത്തിന് പ്രസംഗവും കൂത്തുമായിട്ട് നടന്നപ്പോ എത്ര പേരെ ഞാൻ മുതലാളിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ തൊഴിലാളി പോലും അല്ലെന്ന് അറിഞ്ഞപ്പോ മോശമായിപ്പോയി. അല്ല, എന്താ പ്രത്യേകിച്ച്? നിങ്ങളുടെ കുത്തുവാക്ക് കേൾക്കാൻ വന്നതല്ല, ഞാൻ തന്ന രൂപ മടക്കി വാങ്ങാനാ. ഏത് രൂപ? എന്ത് രൂപ? ആര് തന്നു? കള്ളം പറയരുത്. കള്ളം പറഞ്ഞും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും ജീവിച്ചത് നിങ്ങളല്ലേ. എരന്ന് തിന്നുന്നവനെ തുറന്നു തിന്നുന്ന സ്വഭാവം എനിക്കില്ല. ശേഖരേട്ടാ, ഞാൻ ഇവർക്ക് 3 ലക്ഷം രൂപ കൊടുത്തതാ. 1 വർഷം കൊണ്ട് ഇരട്ടിയാക്കി തിരിച്ചു തരാമെന്ന് പറഞ്ഞ വാങ്ങിയത്. ജീവിക്കാൻ നേരെ നിവൃത്തിയില്ലെങ്കിലേ 10ഓ 200ഓ തന്ന് ഞാൻ സഹായിക്കാം. ലക്ഷങ്ങൾ വെറുതെ തരാൻ എന്റെ അടുത്തില്ല. ഞങ്ങൾ നിങ്ങളുടെ അവതാരത്തിന് വന്നതല്ല, വാങ്ങിച്ച രൂപ തന്നേ പറ്റൂ. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഭാവമെങ്കിലേ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഒരു വെട്ടിപ്പ് കേസ് ഉള്ളതുകൊണ്ട് അകത്തൊക്കെ എളുപ്പമുണ്ട്. നിർത്ത്. എന്റെ ഭാര്യ നിങ്ങളെ കാശ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി വാങ്ങാൻ എനിക്കറിയാം. വാങ്ങിച്ചോ? ഇപ്പൊ മനസ്സിലായില്ലേ? ശേഖരൻകുട്ടിക്ക് പണമുണ്ടെങ്കിൽ പ്രഭാവതിക്ക് ഇവരുടെയൊക്കെ മുമ്പിൽ സ്വർണ്ണവില്ല, അല്ലെങ്കിൽ വെറും പുല്ലുവില്ല. നീ വാ. അവനോട് ആ പ്രഭാവതിയെ പറ്റിച്ച് കുറച്ച് രൂപയുണ്ടാക്കിയ സന്തോഷത്തില്ല നിങ്ങളുടെ അമ്മയും പെങ്ങളും. രേഖേ, ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ. മോൾ അടുത്തുണ്ടായാലും എന്നെ വിളിക്കൂ. നീ എവിടെയായിരുന്നു ഇതുവരെ? ഒന്ന് ഉറക്ക വിളി കേട്ടെന്ന് കരുതി നിന്റെ വായിലെ മുത്തൊന്നും താഴെ വീഴില്ലല്ലോ. എനിക്കൊരു നല്ല കാപ്പി വേണം. ആ, എനിക്ക് ചായ മതി, നല്ല ചൂട് വേണം. ചായയും കാപ്പി മാറി മാറി എടുക്കാൻ ഇതെന്താ ഹോട്ടലാ? എന്തുപറ്റി? നീ അമ്മയോടും പെങ്ങളോടും പറഞ്ഞേരെ എന്റെ സ്വഭാവം മാറ്റരുതെന്ന്. കാര്യം അവരെന്റെ അമ്മയും പെങ്ങളുവാ. അവരെനിക്ക് ശരിക്കും അറിയാം. നീ ഇങ്ങനെ നിന്നു കൊടുത്താ അവര് രണ്ടുപേരും കൂടി നിന്റെ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് എന്റെ മോള് നോക്കിയും കണ്ടൊക്കെ നിന്നാ മതി. അമ്മയ്ക്ക് ഷുഗറിന്റെ അസുഖം വരാൻ നോക്കണ്ടേ? പഞ്ചസാര വേണ്ട. ഞാനിപ്പൊ പാറപ്പുറത്തിരുന്നാലും കാശ. അത്ര നല്ല സമയ രാജയോഗമല്ലേ. ഇപ്പൊ തന്നെ വെറുതെ കിട്ടിയ 3 ലക്ഷം രൂപ നിന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പോവുക. ഇതെന്താ ഒരു കപ്പ്? എനിക്കില്ലേ? ഭർത്താവിന്റെ അമ്മയെ പരിചരിക്കാം, അത് നാട്ടു നടപ്പ്. പെങ്ങളെ കൂടി പരിചരിക്കണമെന്ന് വെച്ചാ തളർവാദം ഒന്നും പിടിച്ചിട്ടില്ലല്ലോ. നല്ല ചക്ക പോലെയല്ലേ ഇരിക്കുന്നത്. തന്നെ അങ്ങെടുത്ത് കുടിച്ചാ മതി. എന്താ മധുരായിട്ടില്ലേ? അമ്മയ്ക്ക് ഷുഗറാണെന്നാ ചേട്ടൻ പറഞ്ഞത്. ഷുഗർ നിന്റെ അമ്മയ്ക്കാടി. മോളെ രേണു, നിന്റെ അമ്മയ്ക്ക് എറിഞ്ഞൊടിക്കാനായി നിന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഒരുപാട് പാത്രങ്ങൾ ഇവിടെ കാണും. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കോ. ഇല്ലെങ്കിൽ ഈ പൊട്ടിച്ചിതറിയ ചില്ലൊക്കെ നിന്റെ അമ്മയുടെ കാലിൽ തന്നെ കുത്തി കയറും. അത് പിന്നെ നിനക്കൊരു ജോലിയായി തീരും. ഹലോ, ഞാനാ ശേഖരൻകുട്ടി. എന്ത് വേണം? കമ്പനിന്ന് കാശ് വെട്ടിച്ച കേസിൽ എന്നെ പോലീസ് ചോദ്യം ചെയ്തു. മറ്റേ 3 ലക്ഷത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ടി വന്നു. പോലീസ് അവിടെ എത്തുമെന്ന് ഉറപ്പാ. പണം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഉടനെ മാറ്റിക്കൂ, അല്ലെങ്കിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന് പറഞ്ഞ് നിങ്ങളെ അകത്താക്കും. ശേഖരൻകുട്ടി,
അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ രൂപ തന്നേക്കാം. ഇനി എന്റെ കയ്യിൽ തന്ന പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യും, ദാക്ഷായണി അമ്മയ്ക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച രൂപയാണ്. ഇനി അത് അവിടെ കൊടുക്കുന്നതാണ് സേഫ്. എന്താ മുഴിവാലായി? ആ കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിലേ ചിലപ്പോ കേസും പുക്കാറും ആവും. ചങ്കു, ചങ്കു, ഇയാളിത് എവിടെ പോയി കിടക്കുന്നത്? ഞാനിവിടെ ഉണ്ട്. ഉടനെ ഞാൻ ദാക്ഷായണിയമ്മയുടെ വീട് വരെ പോണം. ഇയാളിത് എവിടെ പോണത്? ദാക്ഷായണിയമ്മയുടെ വീട്ടിലേക്ക്. അയ്യോ അതല്ല, ആ പ്രഭാവതി തന്ന 3 ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഒന്ന് വേഗം ആവട്ടെ. കാശ് അതെന്റെ ഉണ്ടല്ലോ അല്ലേ? ഇതെല്ലാം എന്റെ ആഭരണങ്ങളല്ലേ, എന്ത് ചെയ്യാൻ പോവാ? എടീ, ഇത് നിനക്ക് സ്ത്രീധനം തന്നൊന്നുമല്ല, നിന്നെ ഈ വീട്ടിൽ കയറ്റിനെ എനിക്ക് പാരിതോഷം തന്നതാ. ഇതിൽ പകുതി എനിക്കാ. ഇത് ഇനി ഇവിടെ ഇരിക്കുന്ന അപകടം. We are from Enforcement Department. ആരാ? എന്താ വേണ്ടേ? ഈ വീടും സെർച്ച് ചെയ്യണം. ഇവിടെ യാതൊന്നുമില്ലല്ലോ. മാറിക്ക്. നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നാഷണൽ എക്സ്പോർട്സിലെ ശേഖരൻകുട്ടിയുടെ കയ്യിൽ നിന്നും 3 ലക്ഷം രൂപ തട്ടിയെടുത്ത ഒരു കംപ്ലൈന്റ്. അതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ. സെർച്ച്. പെട്ടിക്ക് വരൂ. ഇതിലൊന്നും തരാൻ. വിശാലം, നീ പറഞ്ഞ 3 ലക്ഷം രൂപ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നീ പോലീസും പട്ടാളൊക്കെ ആർക്കാ കൊടുത്തത്? ദാക്ഷായണി അമ്മയ്ക്ക്. ഓപ്പറേഷൻ സക്സസ്. 3 ലക്ഷം ദാക്ഷായണിയമ്മയുടെ വീട്ടിലെത്തി. വെരി ഗുഡ്, പ്രൊസീഡ്. ഈ പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ശേഖരൻകുട്ടി കൊടുത്തിട്ട് വിശാലത്തിന്റെ വീട്ടിൽ നിന്ന് തന്നയച്ചതാ. എന്തിനാ ഈ പണം ഇവിടെ തന്നത്? എന്റെ മോന് കിട്ടേണ്ട സ്ത്രീധന തുകയാ. സ്ത്രീധനം വാങ്ങുന്നത് ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞൂടെ? ഇവരുടെ പേരിൽ സ്ത്രീ പീഡനത്തിന് കേസ് ചാർജ് ചെയ്തേക്ക്. മോനെ രഘു, നീ വന്നറിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതാ. ഒത്തിരി തെറ്റ് ചെയ്തവളാ ഞാൻ. എന്നോട് പൊറുക്കണോ? മക്കൾ രണ്ടാളും എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. മോളെ, ഇനി നിന്നെ ഞാൻ നുള്ളി നോവിക്ക പോലും ഇല്ല. ഞങ്ങൾ ഈ വഴി വയനാട്ടിലോട്ട് പോവാ. നിങ്ങൾ പോയാ പിന്നെ ഞാൻ കമ്പിയിൽ എണ്ണി നരകിക്കേണ്ടി വരും. ശ്രീധരൻ മേടിച്ച കുറ്റത്തിന് എന്റെ പേര് കേസ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾ വേണം എന്നെ രക്ഷിക്കാൻ. ടീച്ചറെ, എനിക്ക് മാപ്പ് തന്ന് എന്റെ പിള്ളേരെ എന്നോട് പറഞ്ഞയക്കണം. രഘു, അമ്മയുടെ കണ്ണീര് കണ്ടില്ലേ? അവർക്ക് കുറ്റബോധമുണ്ട്. നിങ്ങൾ അവരോടൊപ്പം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. അമ്മ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാം. പക്ഷെ വീട്ടിൽ ചെന്നാലേ ഇവരുടെ വിധം ഇനിയും മാറും. മോനെ, അതെ, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാത്ത കേസാ ഈ സ്ത്രീധന പ്രശ്നം. ഒരു 10 കൊല്ലം വരെ കഠിന തടവ് ഉറപ്പാ. അയ്യോ, മര്യാദക്കിരുന്നാൽ രക്ഷിക്കാൻ ഞങ്ങളൊക്കെ കാണും. ഇല്ലെങ്കിൽ ഗോതമ്പുണ്ടേ നിന്ന് അഴി എന്നേണ്ടി വരും. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യൂല. ചെയ്താൽ ഗോതമ്പുണ്ട, അത്ര തന്നെ.